ഫ്രഷേഴ്സിന് DSA പഠിക്കേണ്ട ആവശ്യമുണ്ടോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ കുറേ പേര് ചോദിച്ചു. അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നത്. സോ DSA ഫ്രഷേഴ്സിന് ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ട് ഉത്തരമുണ്ട്, നോ, യെസ് എന്നതാണ്. അതെന്താണെന്ന് ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയാം. അതിന് മുന്നേ നമ്മുടെ ഈ ഒരു ഹാക്ക് ഫൈൽസ് കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് ലാസ്റ്റ് 5 years ആയിട്ട് സൈബർ സെക്യൂരിറ്റി ഡെവലപ്മെൻറ്റ് IoT കണ്ടൻസ് ഒക്കെ ഫ്രീ ആയിട്ട് കൊടുക്കുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ്. നമ്മുടെ ചാനലിലെ കണ്ടൻസ് ഒക്കെ നോക്കി ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ നോട്ടിഫിക്കേഷൻ എനാബിൾ ഓൾ ചെയ്യുക. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ന്യൂ കണ്ടൻസിന് നോട്ടിഫിക്കേഷൻ ഒക്കെ കിട്ടുള്ളൂ. അതുപോലെ തന്നെ നമുക്ക് വാട്സപ്പ്, ടെലിഗ്രാം, ഡിസ്കോഡിലൊക്കെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പ്സ് ഉണ്ട്. സോ ഇതിലൊക്കെ ജോയിൻ ചെയ്യണമെങ്കിൽ കമൻറ്റ് ഇടുക, അല്ലെങ്കിൽ അബൌട്ടിൽ പോയാൽ ലിങ്കും കാര്യങ്ങളൊക്കെ കിട്ടും. അതുപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഇതുവരെ ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഫോളോ ചെയ്യുക എന്നാണ് പറയാനുള്ളത്. സോ നമുക്ക് നേരെ കണ്ടന്റിലോട്ട് വരാം. അതിന് മുന്നേ ഈ വീഡിയോ ലൈക്ക് അടിച്ചിട്ടില്ലെങ്കിൽ ലൈക്ക് അടിക്കുക. സോറി ഗൈസ്, എനിക്ക് ഇതൊക്കെ പറയുന്നത് ഇഷ്ടമല്ല, പക്ഷേ ഇതൊന്നും പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളിതൊന്നും ചെയ്യില്ല. ലാഗാക്കിയതിന് സോറി ഗൈസ്. സോ നേരെ വിഷയത്തിലോട്ട് വരാം. എന്തുകൊണ്ടാണ് ഞാൻ നോ പറഞ്ഞത്? ആക്ച്വലി ഫ്രഷേഴ്സിന് ഈ DSAയുടെ ആവശ്യമില്ല. പക്ഷേ DSA അറിയുന്നത് എപ്പോഴും ഒരു അഡ്വാൻറ്റേജ് ആണ്. നിങ്ങൾക്ക് മറ്റുള്ളവരിൽ നിന്ന് സ്റ്റാൻഡ് ഔട്ട് ചെയ്ത് നിൽക്കാൻ പറ്റും. ഞാൻ പറഞ്ഞു വരുന്നത് ജോബിലോട്ട് കയറാൻ ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമല്ല, അല്ലെങ്കിൽ ഇൻ്റർവ്യൂസിലൊന്നും ചോദിക്കില്ല എന്നുള്ളൊരു കാര്യമാണ് പറഞ്ഞത്. പക്ഷേ നിങ്ങൾക്ക് ഉണ്ടാകേണ്ട മസ്റ്റായിട്ടും ഉണ്ടായിരിക്കേണ്ട ഒരു സ്കില്ലുണ്ട്. അതെന്താണെന്ന് ഞാൻ പറയാം. അതിന് മുന്നേ ഞാൻ നേരത്തെ ഫ്രഷേഴ്സിന് DSA വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഏത് കേസിലാണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ആ ഒരു രണ്ട് കേസ് വരുന്നുണ്ട്. ചില സ്റ്റാർട്ടപ്പ് കമ്പനീസൊക്കെ ആണെങ്കിലും ചില മിഡ് സൈസ്ഡ് കമ്പനീസിനൊക്കെ ആണെങ്കിലും അവർക്ക് ചിലപ്പോൾ DSA ഇമ്പോർട്ടൻ്റ് ആകാം. ഓക്കെ, പക്ഷേ അങ്ങനെ വരുന്ന കമ്പനീസ് വളരെയധികം കുറവാണ്. മോസ്റ്റ് ഓഫ് ദ കമ്പനീസും മിഡ് സൈസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ സ്മാൾ സൈസ്ഡ് ആയിട്ടുള്ള കമ്പനീസിലൊന്നും DSA നോക്കില്ല. ഓക്കെ, ഈവൻ സർവീസ് കമ്പനീസിലൊക്കെ ആവുന്ന സമയത്ത് DSA പോയിട്ട് പ്രോപ്പർ കോഡിങ് സ്റ്റാൻഡേർഡ്സ് പോലും നോക്കില്ല, കാരണം അവർക്ക് അത്രയും സമയം ഉണ്ടാവില്ല. സോ പിന്നെ എവിടെയാണ് ഈ ഫ്രഷേഴ്സിന് DSA ചോദിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ടോപ്പ് പ്രോഡക്റ്റ് കമ്പനീസിലും, അതുപോലെ തന്നെ ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കമ്പനീനെ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള അവിടെ മാത്രമാണ് DSA ചോദിക്കുക. ടോപ്പ് പ്രോഡക്റ്റ് കമ്പനീസ് എന്ന് പറയുമ്പോൾ മാങ്ക് പോലത്തെ, മെറ്റ, ഗൂഗിൾ, ആമസോൺ, നെറ്റ്ഫ്ലിക്സ് ഇതുപോലത്തെ കമ്പനീസിലൊക്കെ ഡാറ്റ സ്ട്രക്ചർ, ആപ്പിൾ, ഇവിടെയൊക്കെ ഡാറ്റ സ്ട്രക്ചർ മസ്റ്റായിട്ടുള്ളൊരു കാര്യമാണ്. ഇപ്പോൾ എൻ്റെ കേസിൽ എനിക്കിപ്പോൾ ഒരു 4.5 years ഓഫ് എക്സ്പീരിയൻസ് ആയി. എന്നോട് ഇത്രയും ഇൻ്റർവ്യൂസ്, ഞാൻ കുറേ ഇൻ്റർവ്യൂസ് കഴിഞ്ഞിട്ടുണ്ട്. ഞാനിപ്പോൾ 2 ജോബ് സ്വിച്ച് ആയത്. സോ ഇതുവരെയും എന്നോട് ആരും DSAനെ കുറിച്ച് ഒരു ക്വസ്റ്റ്യൻസും ചോദിച്ചിട്ടില്ല. പക്ഷേ എന്നോട് ചോദിച്ചിട്ടുണ്ട്. അതെന്താണെന്ന് പറയാം. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഫ്രഷേഴ്സിനും എല്ലാവർക്കും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വേണ്ട ഒരു സ്കില്ല് എന്ന് പറയുന്നത് പ്രോബ്ലം സോൾവിങ് സ്കില്ല്. അതായത് ആൽഗോ സ്കിൽസ് വേണം. ഓക്കെ, ഒരു ആൽഗോരിതം തന്നു കഴിഞ്ഞാൽ അത് സോൾവ് ചെയ്യാനുള്ള സ്കില്ല് വേണം. അത് ബെസ്റ്റ് കോഡിൽ എത്രയും പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന സ്കില്ല് വേണം. സോ അത് നിങ്ങൾ മെല്ലെ ഉണ്ടാക്കി കൊണ്ടുവരേണ്ട ഒരു സ്കില്ലാണ്. ഓക്കെ, ഇനീഷ്യലി എനിക്കും ഇല്ലായിരുന്നു. നമ്മളെല്ലാവരും സ്റ്റാക്സും കാര്യങ്ങളൊക്കെ, ഫ്രെയിം വർക്കും കാര്യങ്ങളൊക്കെ പഠിക്കാൻ ഉഷാറാണ്. പക്ഷേ ഈ ഒരു കാര്യത്തിൽ കൂടുതൽ പേരും ലാക്കായിരിക്കും. എൻ്റെ കേസിൽ അങ്ങനെ തന്നെ ആയിരുന്നു. പക്ഷേ ഞാൻ ഇൻ്റർവ്യൂ കയറിയപ്പോഴാണ് എനിക്ക് ഈ ഒരു സംഭവം മനസ്സിലായത്. പിന്നെ ഞാൻ ലീഡ് കോഡും ഹാക്കർ റാങ്കൊക്കെ യൂസ് ചെയ്തിട്ട് ആ ഒരു സ്കില്ല് ഡെവലപ്പ് ചെയ്ത്. ആൽഗോ സ്കിൽ എന്താണെന്ന് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ, ആൽഗോ സ്കിൽസ് മീൻസ് നിങ്ങൾക്കൊരു അറേ തന്നിട്ട് അതിലുള്ള ഡ്യൂപ്ലിക്കേറ്റ്സ് റിമൂവ് ചെയ്യുക, അല്ലെങ്കിൽ ഫൈൻഡ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു സ്ട്രിങ് തന്നിട്ട് ആ ഒരു സ്ട്രിങ്ങിനെ റിവേഴ്സ് ചെയ്യുക. ഇതൊക്കെയാണ് ആൽഗോ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. ഇത് നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആൽഗോ സ്കിൽസ് ഉണ്ടെന്ന് പറയാം. ഓക്കെ, ഈ ഒരു സ്കിൽസ് നിങ്ങൾക്കിപ്പോൾ ഇല്ല. അത് ഇമ്പ്രൂവ് ചെയ്യാനായി നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ലീഡ് കോഡ്, ഹാക്കർ റാങ്ക് ഇതിലൊക്കെ പോയിട്ട് പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. സോ ഫോർ ബിഗിനറിന് ഞാൻ ഹാക്കർ റാങ്ക് വെച്ച് തുടങ്ങാം. സോ ഒരു 1 to 4 years വരെ കൂടുതലും സ്ട്രിങ്ങും അറേ റിലേറ്റഡ് ആയിട്ടുള്ള ആൽഗോ ക്വസ്റ്റ്യൻസ് തന്നെ ആയിരിക്കും വരിക. ദാറ്റ് മീൻസ് അത് കഴിഞ്ഞിട്ട് ഈ ക്വസ്റ്റ്യൻസ് ചോദിക്കില്ല, അല്ലെങ്കിൽ അതിനുശേഷം ആൽഗോ സ്കിൽ വേണ്ട എന്നുള്ളതല്ല. ത്രൂ ഔട്ട് ദ കരിയർ ആൽഗോ സ്കില്ല് നല്ല വേണം. ഈവൻ കമ്പനീസ് നിങ്ങൾക്ക് ചില ടെക് സ്റ്റാക്സ് അറിയില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ സ്റ്റാക്സിൽ അത്ര നിങ്ങൾക്ക് നോളജ് ഇല്ലെങ്കിൽ പോലും നിങ്ങൾക്ക് നല്ല ആൽഗോ സ്കിൽസ് ഉണ്ടെങ്കിൽ നിങ്ങളെ അവരെടുക്കും. നല്ല ആൽഗോ സ്കിൽസ് ഉണ്ടെങ്കിൽ നിങ്ങൾ പറയുന്ന പൈസ കിട്ടും. കാരണം കുറേ ആളുകൾക്ക് ഇല്ലാത്തൊരു സ്കില്ലാണ് ഇത്. കുറേ ആളുകൾക്ക് ടെക് സ്റ്റാക്സ് നല്ല അറിയുന്നുണ്ടാകും, പക്ഷേ ആൽഗോ സ്കിൽസ് കുറവുള്ള ആളുകളുണ്ടാകാം. സോ ഇത് ഇമ്പ്രൂവ് ചെയ്യുക. സോ നമ്മളൊക്കെ പോയി ഇമ്പ്രൂവ് ചെയ്യാൻ നോക്കുന്നൊരു സംഭവമാണ് ഇതെന്ന് പറയുന്നത്. സോ പിന്നെ എവിടെയാണ് ഈ ഒരു DSA വേണ്ടതെന്ന് വെച്ചാൽ സീനിയർ, ടീം ലീഡ് ആ ഒരു ലെവലിലോട്ടൊക്കെ എത്തുന്ന സമയത്ത് വേണം. ഇനീഷ്യലി ആസ് എ ഫ്രഷർ ഇത് ഉണ്ടെങ്കിൽ എത്രയും ബെറ്ററാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ 5-6 years ഓഫ് എക്സ്പീരിയൻസ് ആയിട്ടും DSA അറിയാത്ത ആളുകളൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ ഇല്ലാതെ ഹയർ ചെയ്യുന്ന കമ്പനീസൊക്കെ ഉണ്ട്. നേരത്തെ പറഞ്ഞ പോലെ അതൊക്കെ കമ്പനീനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. പക്ഷേ അതൊക്കെ കുറവാണ്. സോ പിന്നെ നിങ്ങൾ പഠിക്കേണ്ട ഒരു സംഭവം എന്ന് വെച്ചാൽ ബിഗ് O നൊട്ടേഷൻ എന്നുള്ളൊരു സംഭവം ഫ്രഷേഴ്സ് ആണെങ്കിലും എല്ലാവരും പഠിക്കേണ്ട ഒരു സംഭവമാണ്. കാരണം അത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ കോഡിൻ്റെ ടൈം കോംപ്ലക്സിറ്റി, അതുപോലെ തന്നെ സ്പേസ് കോംപ്ലക്സിറ്റി ഒക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. സോ ഇൻ്റർവ്യൂവേഴ്സ് മസ്റ്റായിട്ടും ഈ ഒരു സാധനം നോക്കും. ഓക്കെ, ഒരു ആൽഗോ ക്വസ്റ്റ്യൻ പല രീതിയിലും സോൾവ് ചെയ്യാൻ പറ്റും. അതിൽ ബെസ്റ്റ് വേ ആണ് വേണ്ടത്. ബെസ്റ്റ് വേ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇൻ്റർവ്യൂവേഴ്സിനെ പെട്ടെന്ന് ഇമ്പ്രസ് ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നെ അവർ കൂടുതൽ ചോദ്യങ്ങളൊന്നും ചോദിക്കില്ല. നിങ്ങളുടെ ലെവൽ ആ രീതിയിൽ തന്നെ മനസ്സിലാക്കാൻ കഴിയും.
ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. സോ താങ്ക് യു ഗൈസ്, താങ്ക്സ് ഫോർ വാച്ചിങ്. ഇപ്പോൾ ഇനി എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, അതിനെക്കുറിച്ച് ഞാൻ വീഡിയോ ചെയ്യുന്നുണ്ട്.